ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതൊരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അന്ന് നമ്മൾ ചെയ്തത് സൺഡേ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ ഇൻറ്റേൺഷിപ്പുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാൻ ഇന്നലെ പറഞ്ഞില്ലേ. അപ്പോൾ ഇന്നലെ പ്രോമിസ് ചെയ്ത പോലെ ഇന്ന് കുറച്ച് നേരത്തെ എണീച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 7 മണി ആയിട്ടുള്ളൂ. സാധാരണ ഞാൻ 7:15 ആയിട്ടാണ് എണീക്കാറുള്ളത്. ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് 7 മണിക്ക് എണീച്ചതാണ്. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്നലെ ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ പെട്ടെന്ന് അലാം പഠിച്ചപ്പോൾ ഞാൻ എപ്പോഴാണ് ഉറങ്ങിയെന്ന് ഞാൻ ആലോചിക്കുക. കുറേ സൗണ്ടൊക്കെ ഉണ്ടോ, കിളികളുടെയൊക്കെ കണ്ടോ. അവിടെ എപ്പോഴും ഇങ്ങനെ നല്ല സൗണ്ട് വെക്കും. ഇനി ഞാൻ റെഡി ആവട്ടെ. ആ ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കും. പിന്നെ ഗുളിക ഉണ്ട്, ജലദോഷത്തിൻ്റെ ഗുളിക. ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഗുളികയൊക്കെ കഴിക്കാനുണ്ട്. അപ്പം അതൊക്കെ കഴിക്കണം. കുപ്പിയിൽ വെള്ളം കുടിക്കുമ്പോൾ കുറച്ചധികം വെള്ളം കുടിക്കുന്നതായി ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഫുള്ള് കുപ്പിയിലെ വെള്ളം കുടിക്കുന്നുള്ളൂ. രാവിലെ എനിക്ക് ഏറ്റവും കൂടുതൽ സമയം പോകുന്നതിനായിട്ട് ഡ്രസ്സ് ഏതിടണമെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കൊക്കെ ഞാൻ തലേദിവസം സെലക്ട് ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഇന്നലെ സെലക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ രാത്രി കിടക്കുമ്പോൾ തന്നെ ഞാൻ മൈൻഡിൽ ആലോചിച്ച് വയ്ക്കും ഇതിടാമെന്ന്. ഇന്നലെ ഒന്നും ചെയ്തിട്ടില്ല. ഗുളിക കഴിക്കാണ്ട് കഴിക്കട്ടെ. ഞാൻ ഡ്രസ്സ് വാരിയിട്ടുണ്ട്. വിചാരിച്ചത്ര ടൈം എടുത്തില്ല എന്ന്. ഇനി നമുക്ക് വേഗം ഈ ഡ്രിങ്ക് ഉണ്ടാക്കാം. ഞാൻ ഇന്നലെ ഇതിൽ പറഞ്ഞ പോലെ ഒരു റോബസ്റ്റ്, പിന്നെ കുറച്ച് ബദാം, ഡേറ്റ്സ്, പീനട്ട് ബട്ടർ, പാല്. ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇത് കാണിച്ചു തരാം. ഇനി ഞാൻ റെഡി ആവണതിൻ്റെ ഇടയിൽ കൂടെ അത് കുടിച്ച് തീർക്കും. അങ്ങനെ ടൈം മാനേജ് ചെയ്യാം. കുറച്ച് റെഡിയാവാൻ മീൻസ് ബേസിക് സാധനങ്ങളുള്ളൂ, മോയ്സ്ചറൈസർ, സൺസ്ക്രീനൊക്കെ. പക്ഷേ അതിൻ്റെ ഇടയിലാണ് ഞാൻ കുടിക്കുക. റെഡിയായി ഗൈസ്, പോവാറായി. ഞാനിവിടുന്ന് പകുതി ദൂരമല്ല, ചെറുകര വരെ ഈ പാമ്പിൻ്റെ സീൻ വന്നതിന് ശേഷം രാവിലെ ഷൂസ് ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ കുടഞ്ഞിട്ടൊക്കെ ഇടുള്ളൂ. ഷൂ നേരെ ഇട്ടിട്ടില്ല. ഷൂ ഇടുന്നത് ഒരു മാച്ചില്ലാത്ത ഷൂസാണ്. പക്ഷെ എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ടാൻ അടിക്കും. അപ്പം അതുകൊണ്ട് ഷൂസൊക്കെ ഇടും. പിന്നെ കയ്യിന് ആ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോവുക. നമ്മുടെ വണ്ടിയിലെ മുച്ച താക്കോല് ഷൂ നേരം ഇവിടെ ആവൂലോ. തേങ്ങ വീണു. ഉറപ്പാ?
എന്നും താക്കോല് ഇവിടെ ഉണ്ടാവാറെന്ന് പാവാടയാണ് അത്ര. ഞാൻ സാധാരണ വരുമ്പോഴും മുത്തശ്ശൻ്റെ അടുത്ത് കൊടുക്കും. രാവിലെ പോകാൻ നേരത്ത് മുത്തശ്ശൻ താക്കോലെടുത്ത് വരും. മിക്കവാറും ഗേറ്റ് അടവിൽ പെടാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. താക്കോല് വിടാമേ. ശരി. പോയിട്ടും പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു പ്രശ്നം തരും, എൻ്റെ ഫോണിൽ തീരെ ചാർജില്ല. ഇന്നിപ്പോൾ വ്ളോഗ് എടുക്കണോണ്ട് ചാർജ് ചെയ്യാൻ വെക്കാൻ പറ്റില്ലല്ലോ. സാധാരണ ഞാൻ നീച്ചോടെ ചാർജ് ചെയ്യാൻ വെച്ചാൽ പോണാകുമ്പോഴേക്കൊരു 80 ഒക്കെ എങ്കിലും ആവും. ഇന്നിപ്പോൾ അതിനൊന്നും ടൈമില്ലാത്തത് കൊണ്ട് 30 കിലോ ഉള്ളൂ. എന്നാൽ ശരി, ഞാൻ പോട്ടെ. ബസ് കിട്ടി ഗൈസ്. പക്ഷെ ഞാൻ സാധാരണ പോണ ബസ് കിട്ടിയില്ല. ഞാൻ കണ്ടറിയില്ല. ഞാൻ അങ്ങനെ ചെറുകരയ്ക്ക് എത്തിയതും ആ ബസ് പോകുന്നുണ്ട്. സോ ഞാൻ അതിന് ശേഷമുള്ള ബസ്സിലാണ് വന്നത്. അപ്പോൾ കുറേ നേരം പോസ്റ്റായിട്ട് ചെറുകരി ഇരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ബസ് കിട്ടിയല്ലോ. നേരത്തെ എത്തിയിട്ട് അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവിടെ 8:30 കറക്റ്റ് പഞ്ച് ചെയ്യണം. പക്ഷെ എന്നാലും ലേറ്റ് അയച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. അവിടെ പോയി വെറുതെ ഇരിക്കാനല്ല. അപ്പോൾ എത്തിയിട്ട് കാണാം. ഗൈസ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിരുന്ന് ഉറങ്ങാം. ഞാൻ സാധാരണ വരുന്ന ബസ് പോയിന്ന് എൻ്റെ വിചാരുന്നത് നേരത്തെയാണ്. ഞാൻ പാറലിൻ്റെ മുന്നത്തെ ബസ്സിൽ ഞാൻ വരുന്നത്. ഞാൻ എത്തിക്കൊണ്ട് പാറലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ കുറേ നേരം പോസ്റ്റായിട്ട് ചെറുകരി ഇരുന്നു. അടുത്ത ബസ്സിൽ വന്നിവിടെ പോസ്റ്റാണ് ഗൈസ്. ഇവിടെ വന്നിരുന്ന് ഉറങ്ങാലോ. ഞാൻ വണ്ടിയിരുന്ന് ബസ്സിലിരുന്ന് ഉറങ്ങാറുള്ളൂ. സൂപ്പറായിട്ട് ഉറങ്ങി ഞാൻ. ഇനി ഇവിടെ ഇരുന്ന് ഉറങ്ങാം. ഇനി എ സിയിൽ ഉറങ്ങാം. അത്ര നേരം ഓപ്പൺ എയറിൽ ഉറങ്ങി. ഇനി എ സിയിൽ ഉറങ്ങാം. സാമ്പിളൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. ശരി, കൈ സാമ്പിൾ ഉണ്ട്. അത്ര കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കോട്ടക്കെട്ട് പോവാം. പണിയെടുക്കട്ടെ പോയിട്ട്. പക്ഷെ മാമില്ല കേട്ടോ. മാമ് ഉള്ളിൽ വേണം. ഫിച്ചൊക്കെ ചെയ്യണം. ഞങ്ങൾ ഇറങ്ങി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പഞ്ചൗട്ടി ആട്ടോ ഞങ്ങൾക്ക്. പഞ്ചൗട്ട് നിർബന്ധമാണ്. ഞങ്ങൾ ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടാമത് വിളിച്ച് ചെയ്യിപ്പിച്ചു പണ്ട്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. മൂന്ന് സാമ്പിളല്ല, 3 സാമ്പിൾ. ഇടയ്ക്കൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കുക. ഒന്നത്തെ ഞങ്ങൾക്ക് വെറുതെ ഇരുന്ന് ഫോണൊക്കെ ഒന്ന് ടൈം കിട്ടിയിട്ട് നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും സ്നാക്സൊക്കെ കൊണ്ടുവരാറുണ്ട്. ഞങ്ങൾ വെറുതെ ഇരിക്കാവുകൊണ്ട് ആ സ്നാക്സ് കഴിക്കും. ഇന്നിപ്പോൾ വെറുതെ ഇരുന്നിട്ടില്ല, അതുകൊണ്ട് സ്നാക്സും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. ഈ പാലം ക്രോസ് ചെയ്യണം നടന്നിട്ട്. ശരി, കോട്ട എടുക്കട്ടെ. റൈസ് പോകുന്നതാ. ചെറുകരെത്തി. വർത്താനം പറയാൻ ഇവിടെ നിൽക്കാൻ വയ്യാത്ത അമ്മാരി ചൂട്. ഞാൻ വണ്ടിയുടെ മുകളിലേ പൊള്ളിയിട്ടരിക്കണുണ്ട്. ഈ സാധനം കിട്ടുന്നുണ്ട്. ഇതേം പോട്ടെ, ഇരിക്കാൻ വയ്യ ഇവിടെ. വീട്ടിലെത്തി ഗൈസ്. എത്തുമ്പോഴേക്കും ഞാൻ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ടാവും. നല്ല രാവിലെ പോയ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ടാവും. ചാച്ചുവാ, ഇന്ന് ഈ ഒരു ടൈം ആകുമ്പോഴേക്കാണ് എത്തുക. ഇപ്പോൾ സമയം അറിയില്ല കേട്ടോ. ഇന്ന് ഇപ്പോൾ ഒരു 3-4 സാമ്പിളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ടൈം ആയത്. ചിലപ്പോൾ 11 മണിയൊക്കെ ആകുമ്പോഴേക്കും. കിച്ചൺ വ്ളോഗ് എടുക്കുക. ഹായ് ഗൈസ് പറ. എന്ത് വെള്ളം? എവിടുന്ന്? കുപ്പിത്തെ വെള്ളം? ഹായ് ഗൈസ് പറ. വേണം ഉണ്ടാക്കിട്ട് വേണോ? വേണ്ട. വേണ്ട. അമ്മല്ല അവിടെ? അമ്മല്ല? ഇത്ര ചൂടാണ്. മറ്റേ ബസ്സിലൊന്നും ഇരിക്കാൻ വയ്യ, അത്ര ആവി.
ഈ സാധനമൊക്കെ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി ദിവസം ഞാൻ ഇടാണ്ടേ പോയിട്ട് അതുകൊണ്ട് എൻ്റെ കൈയൊക്കെ ആകെ ടാനായി. ചാച്ചു മുറ്റത്ത് നിന്ന് മൂത്രം ഒഴിക്കുന്നുണ്ട്. ചാച്ചു എനിക്ക് കുറച്ച് സൈഡിക്ക് മാറി നിന്ന് മൂത്രം ഒഴിച്ചൂടെ? ഇന്നിപ്പോൾ കുറച്ച് ഒരു 3-4 സാമ്പിളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 12:30 ഞങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ 12 മണിക്ക്, അധിക ദിവസം 12 മണിക്ക് വരും. പിന്നെ ഒന്നും ഇല്ലാണ്ട് ഭയങ്കര ബോറിംഗ് ആണെങ്കിൽ ചിലപ്പോൾ 11:30 പോരും. 12:30 മാക്സിമം 1 മണിയാണ് ഞങ്ങളുടെ ടൈം. അതിനുശേഷം പിന്നെ ഞങ്ങൾ നിന്നിട്ട് തന്നെ അല്ല, അപ്പൊക്ക് തന്നെ മതിയാവേ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് തണുക്കും. കാരണം ചെറിയ ലാബ് ചെറുതല്ലേ, അവിടെ ആ ചെറിയ ലാബിനായിട്ട് ഒരു AC. അത് ഭയങ്കര തണുപ്പ്. അവിടെയാണെങ്കിൽ AC ഓഫ് ആക്കാനും പറ്റില്ല. അപ്പം അതുകൊണ്ട് നല്ല തണുപ്പത്ത് ഇരിക്കണം കുറേ നേരം. എന്നാ ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അമ്മ ഇപ്പൊ ഇവിടെ ഇല്ല പറഞ്ഞിട്ട്, ഇവിടെ ഇല്ലാന്നാരാ പറഞ്ഞു? അമ്മ എവിടുന്ന്? കല്യാണം. എന്നാ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് അതൊന്ന് ഞാൻ വന്ന് ഞാൻ എന്ത് ചെയ്യാറിയോ, കുറേ നേരം ഞാൻ മുഖം ഇങ്ങനെ കഴുകും. വെള്ളം ഒഴിച്ചേമ്പോൾ ഞാൻ അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. എൻ്റെ മുഖം കഴുകൽ പറഞ്ഞാൽ വെള്ളത്തിലാകെപ്പാടൊരു കാക്ക കുളിക്കണമല്ലേ, മൊത്തം വെള്ളമാവും 4 പുറം. അപ്പം അതുകൊണ്ട് ഞാൻ വാഷ് ബേസിന്നല്ല, വാഷ് ബേസിൽ നിന്ന് മുഖം കഴുകിയാൽ മൊത്തം ചുറ്റും വെള്ളമാവും. അപ്പം അമ്മയുടെയും ചീത്തക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ബാത്റൂം പോയിട്ടാണ് മുഖം കഴുകുക. കുറേ നേരം ഞാൻ മുഖത്തേക്ക് ഇങ്ങനെ വെള്ളമായിട്ട് അടിക്കും. ഇവിടെയൊക്കെ ഒരു ചന്തപ്പരയൊക്കെ വെച്ചിരിക്കണം. ചാച്ചു ടോയ്സൊക്കെ മറച്ചിട്ട് കണ്ടോ. അയ്യോ, സാധാരണ വന്ന ഉടനെ ഞാൻ ചാർജ് ചെയ്യാൻ വെക്കും. ഇന്നിപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം ചാർജ് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റി മുഖമൊക്കെ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോട്ടെ. അപ്പുറത്താണ് ചോറ്. അതുകൊണ്ട് അവരൊക്കെ അങ്ങോട്ട് പോയി ഓൾറെഡി. എന്നും എന്നെ വെയിറ്റ് ചെയ്തിരിക്കൊന്നുമില്ല, കാരണം എൻ്റെ ഓരോ ദിവസം ഓരോ ടൈം ആവില്ലേ. അതുകൊണ്ട് അവർ കഴിക്കും. ഞാൻ അധികവും നേരത്തെ എത്തണോണ്ട് ഒപ്പം കഴിക്കാൻ പറ്റാറുണ്ട്. പിന്നെന്തായാലും കഴിച്ചിട്ട് വരാം. ദിസ് ഇസ് മൈ ലഞ്ച്. ചോറ്, മുരിങ്ങക്കൂട്ടാൻ, പയറുപ്പേരി, മാമ്പഴ പുളിശ്ശേരി, അച്ചാറ്, തൈര്. ഇതൊക്കെ നമ്മളെ വീട്ടിലുണ്ടായ സാധനങ്ങളാണ്. തൈരല്ല ബാക്കിയൊക്കെ. ഞാൻ ചോറിനൊക്കെ ചോറും. അയ്യ, അവിടെ എന്തോ അനങ്ങണ്, പേടിയാണ്. ഫുള്ള് പാമ്പാണ്. അത് അരണ കണ്ടോ ചാച്ചു? അരണ. ചോറുണ്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു ശീലമാണ് മാങ്ങ തിന്നുക. ഈ മാവിലെ മാങ്ങ ഭയങ്കര ടേസ്റ്റാണ്. മുത്തശ്ശ എടുത്തേക്കുന്ന സ്ഥലം കണ്ടോ, സ്പോട്ട് നമ്പർ 1. ഇതാ, പിന്നെ സ്പോട്ട് നമ്പർ 2. ഈ 2 സ്പോട്ടിലായിട്ടാണ് മാങ്ങ വയ്ക്കുക. അപ്പോൾ ഇത് തിന്നട്ടെ. ഒരു ഒറ്റയടിക്ക് 3-4 പുഷ്പം പോലെ തിന്നാൻ പറ്റും. അത്രയും ടേസ്റ്റുള്ള മാങ്ങ. ഇത് തിന്നൂന്ന് മനസ്സിലാവും, കാരണം നല്ല സ്മെല്ലാണ്. ഞാൻ പോയി തിന്നട്ടെ കേട്ടോ. ചിലത് കേടുണ്ടാവും, കേടുള്ളതും ഉണ്ട് കേട്ടോ അതിൽ. ഇതിങ്ങനെ ഒറ്റയ്ക്ക് തിന്നരുത് കേട്ടോ, ഒറ്റയ്ക്ക് എടുത്ത് തിന്നരുത് കേട്ടോ. ചാച്ചു ഒരു 10ാമത്തെ മാങ്ങയാവും തിന്നിട്ടുണ്ടാവും. അപ്പോൾ അത്രയും തിന്നും. ഇവരാണ് എന്നൊരു മൊത്തം തിന്നണ ആള്. ശരി, അപ്പോൾ ഇത് തിന്നാലൊരു 2-3 ഒതുങ്ങില്ല കൈസ്. അതാണ് പ്രശ്നം. ഇങ്ങനെ എടുത്തിട്ട് അവിടെ പൈപ്പുണ്ട്, പൈപ്പിൽ കഴുകി അതിൻ്റെ ഉള്ളിലെ കളർ കാണിച്ചിടാം. നല്ല ഓറഞ്ച് കളറാണ്. കണ്ടോ ഇതിൻ്റെ കളർ? കണ്ടോ? ഈ മാങ്ങയുടെ വില എന്താ? കർപ്പൂരം മാങ്ങിയ ഒരു പേപ്പർ എടുത്ത് വെച്ചോ, ഇവിടെ വെച്ച ഈച്ച വരും. യമ്മിയല്ലേ? ഇങ്ങോട്ട് വാഴ്ത്തിക്ക്. അച്ഛൻ്റെ കാലുമൊക്കെ മാങ്ങയാക്കി. യമ്മി പറ ചാച്ചോ. എന്തിനാ തൊടിക്ക് അറിയണ്ടേ? ഇവിടെ എങ്ങനെയാ? അതെടുക്കാതെ ഞാൻ കൊടുത്തച്ച മാങ്ങിയ അകത്ത് പോയി ചാച്ചി വേറെ തരും. എത്രാമത്തെ മാങ്ങിയ ഈ തിന്നണേ?
ചാച്ചുവിന് ഒരു 10 തിന്നിട്ടുണ്ടാവും ഒന്ന്. മഞ്ഞ കളറായി ചാച്ചു. ഇത് തിന്നു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഇതിന്റെ ഒരു മണം വരും. ചക്കയൊക്കെ തിന്ന പോലെ. ചാച്ചുവിന് ഏത് നേരം ഈ മാങ്ങയുടെ മണം. എനിക്ക് അവിടുന്ന് തരുവാടാ പോയി ചോദിക്കത്. ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത മാങ്ങ. മാംഗോ ജ്യൂസ്. തിന്നുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ? ഇതിങ്ങനെ ഒലിക്കും. അയ്യോ, ഇതിങ്ങനെ ഒലിക്കുന്ന പ്രശ്നം. ഇത് തിന്ന് ഞാൻ ഡ്രസ്സിലാവാണ്ട് തിന്നണം, അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ പിന്നെ മാറ്റേണ്ടി വരും. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് പിന്നല്ല, ഞാൻ മുറ്റത്ത് ഇറങ്ങിയിട്ടാ തിന്നുക. അപ്പൊ അതാകുമ്പോ ഇങ്ങനെ കയ്യിൽ കൂടെ ഇട്ടണൊക്കെ താഴത്തേക്കേ പോകുള്ളൂ. ശരി, ഞാൻ തിന്നട്ടെ. മാങ്ങ ഒറ്റടിക്ക് 5 തിന്നു ഗൈസ്. അത് തിന്ന ഒരു പണിയില്ല, ഭയങ്കര ടേസ്റ്റ് ആണെങ്കിൽ തിന്നോണ്ടിരിക്കും. ഇനി ഉറങ്ങണം. ഉറങ്ങില്ല, ഐ മീൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ കിടക്കും. ചിലപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ കിടക്കും. അധികം ഫുഡ് കഴിച്ചിട്ട് ഒന്ന് സെറ്റായിട്ടാണ് കിടക്കുക. ഞാൻ സാധാരണ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേയിട്ട് ഞാൻ ഇവിടെ AC ഇട്ട് വയ്ക്കും. എന്നിട്ട് ഫുഡ് കഴിക്കുമ്പോൾ TV കാണും, എന്നിട്ട് വന്ന് കിടക്കും. അപ്പോഴേക്കും ഒന്ന് കൂളായിട്ടുണ്ടാവല്ലോ. ഇന്നിപ്പോൾ അപ്പുറത്തായതുകൊണ്ട് ഞാൻ AC തൊട്ട് വെച്ച് പോയില്ല. ഈ ഒരു കിടത്തം അധിക ദിവസവും ഞാൻ ചിലപ്പോൾ ഉറങ്ങും കേട്ടോ. ഇങ്ങനെ ഈ ഉച്ചയ്ക്ക് കിടക്കുമ്പോൾ ഞാൻ അധികം ഉറങ്ങും. പിന്നെ ഒരു 6 മണിയൊക്കെ വരെ എന്തായാലും ഉറങ്ങും. ചിലപ്പോൾ 7 മണി വരെ ഉറങ്ങിയ ദിവസങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഉറങ്ങുമെന്ന് വെച്ചാൽ അറിയില്ല. നല്ല ഉറക്കം വരലുണ്ടായിരുന്നു രാവിലെയൊക്കെ. ഞാൻ ബസ്സിൽ അവിടെ എത്തണം ഉറങ്ങി. ചിലപ്പോൾ ഉറങ്ങില്ല. എന്തായാലും ഈ സമയത്താണ് ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നേക്ക് വല്ല റീലും സെറ്റാക്കാൻ വേണ്ടിയിട്ട് അതെന്തെങ്കിലും കുറച്ച് നേരം എഡിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ വൈകിട്ട് പുറത്ത് പോകുന്ന ഇന്ന് ചേച്ചിയൊക്കെ തൃശ്ശൂർ പോകും കേട്ടോ. ചേച്ചി തൃശ്ശൂർ പോകും. പിന്നെ അമ്മ നാളെ ഒരു സ്ഥലത്ത് പോകും. കുമ്മളി. അമ്മയ്ക്കൊരു ട്രിപ്പ് ഉണ്ട് നാളെ. ചേച്ചി ഇന്ന് തൃശ്ശൂർ പോയാൽ പിന്നെ സൺഡേ വരുള്ളൂ. നാളെ അളിയൻ വരും. അപ്പോൾ ബേസിക്കലി ഞാൻ ഒറ്റയ്ക്കാണ് 2 ദിവസം. അപ്പം ഞാൻ അമ്മമ്മയോടെ രാത്രി മാത്രമേ പോവുള്ളൂ. അങ്ങനെയൊക്കെ. എന്നാൽ ശരി, ഞാൻ ഉറങ്ങല്ല, ഞാൻ ഫോണിൽ തോണ്ടി ഇങ്ങനെ കിടക്കും. ഇനിയിപ്പോൾ വൈകുന്നേരം ചേച്ചി വന്നു കഴിഞ്ഞാൽ, സാധാരണ എന്താ വെച്ചാൽ ചേച്ചി വന്നു കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും പുറത്ത് പോവും, പെരുന്നോണം പോവും, തറവാട്ടിക്കൊക്കെ പോവും. ഇന്നിപ്പോൾ ചേച്ചി വന്ന ഉടൻ പോകുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മളെവിടെയും പോയില്ല. ശരി ഗൈസ്, ഉറങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉറങ്ങി. 5 മണിയായി. 5 മണിയൊക്കെ ചാച്ചു പോവാണല്ലേ. അയ്യോ, ഇതേ ബാത്റൂമിലുള്ള കേട്ടോ ചാച്ചുവിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദിസ് ഈസ് ചാച്ചൂസ് ബാത്റൂം ടൈം. ഇവര് പോവാനായി. അപ്പൊ ചാച്ചുവിനെ കുളിപ്പിക്കാൻ പോവാ. ചാച്ചു പോവായി. ചാച്ചു പോവാ. മുടിയൊന്നും ചെയ്തണ്ടേ? മുടിയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ചാച്ചു പോവാ. കിച്ചനെ കൊണ്ടുപോവാ. കിച്ച കരയട്ടെ എന്നാ ഇവിടെ ഇരുന്നിട്ട്. കിച്ചയ്ക്കും വേണം, കിച്ചയ്ക്കും വേണം, കിച്ചയ്ക്കും വേണം. മാമ വണ്ടി എടുക്കണു, ഇങ്ങോട്ട് മാറിക്കേ. കിച്ചയ്ക്കും മതി.
ഇങ്ങോട്ട് നിൽക്ക്, വണ്ടി തിരിക്കും. ബൈ. കരയുണ്ട്, പോണ്ടെന്നാ. കിച്ച കരയുണ്ട്. ചാച്ചു വേഗം തന്നെ. അങ്ങനെ ചേച്ചിയും ഫോട്ടോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പുറത്തെ പട്ട കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചേച്ചിമാർ വന്നിട്ടുണ്ട്. തൊടിയിൽ കാണുമോ? കണ്ടോ പട്ട വലിച്ചോണ്ടാണ്. പട്ട ഇവിടെ ഇങ്ങനെ തെങ്ങുള്ളതുകൊണ്ട് ആവശ്യമുള്ള ഒരു പട്ട എടുത്ത് കൊണ്ടുപോകും. നമ്മളെന്തായാലും അടുപ്പ് അങ്ങനെ വല്ലാണ്ട് യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ചേച്ചിക്ക് സൺഡേ അല്ലെങ്കിൽ മൺഡേ മോർണിംഗേ വരുന്നുണ്ടാവുള്ളൂ. കുറേ ദിവസമുണ്ട്. അമ്മയും പോവാണ്. അമ്മ നാളെ പോകുന്ന പറഞ്ഞു, പക്ഷെ അമ്മ ഇന്ന് പോകത്രേ. നാളെ ഏർലി മോർണിംഗ് ആണ് ട്രെയിന്. അപ്പോൾ ചിലപ്പോൾ നാളെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, രാവിലെ നേരത്തെ പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് അമ്മ ഇന്ന് വൈകുന്നേരം പോകുമെന്ന് പറയുന്നുണ്ട് പട്ടാമ്പിക്ക്. അപ്പം ഞാൻ ഒറ്റയ്ക്കായി ഗൈസ്. ഈ സാധനം ഈ ചെറിയ പാക്കറ്റ് ആയിട്ടില്ല 5 രൂപയുടെ, അത് കിട്ടുമ്പോൾ ഒട്ടുക്കത്തെ ടേസ്റ്റ് മതിയാവില്ല. 5 രൂപയുടെ പാക്കറ്റ് എപ്പോൾ കഴിക്കുമ്പോഴും മതിയാവില്ല. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഇത് വലുത് കണ്ടപ്പോൾ ഇത് വലുത് വാങ്ങി. ഇപ്പം ഇതിന് അത്ര ടേസ്റ്റ് ഇല്ല, കുറേ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു. ഇതിലെത്ര 5 രൂപയുടെ പാക്കറ്റ് കൂടിയതാവും, കുറേ ഉണ്ടാവും. പക്ഷെ ഇത് അത്ര ടേസ്റ്റ് ഇല്ല. കുഴപ്പമില്ല. ഒന്നാമതിക്ക് മൂക്കിന് മണം, മൂക്കടഞ്ഞുകൊണ്ട് മണവും ടേസ്റ്റൊന്നും ഇല്ല. ഇപ്പം നാളെ ഞാൻ പോസ്റ്റ്, മറ്റന്നാൾ ഞാൻ പോസ്റ്റ്. അതിൻ്റെ വ്യത്യാസം അമ്മ വരും തോന്നുന്നു. എന്നാലും പോസ്റ്റ് തന്നെ. ഞാൻ അപ്പുറത്ത് പോയി കിടക്കണം, ഒക്കെയാണ് പ്രശ്നം. ഈ സമയത്ത് സാധാരണ മാങ്ങ തിന്നാറുണ്ട് ഈ നേരത്തെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ. പക്ഷെ ഇന്ന് ഓൾറെഡി കുറേ എണ്ണം തിന്നുകൊണ്ട് ഇപ്പം ഇന്ന് മാങ്ങ വേണ്ട. മാങ്ങ ചൂടല്ലേ. മാങ്ങയൊക്കെ കഴിയാറായി, മാങ്ങ സീസൺ കഴിയാറായി. ചാമ്പയ്ക്ക് നോക്ക് ഗൈസ്. ഒരു കാര്യം പറഞ്ഞിരുന്നോ, ഇത് കണ്ടാവും ഒരു കിളിക്കൂട് കണ്ടാവും. അതിൽ കിളി വന്നിട്ട് കുറേ കാലങ്ങളായിട്ടുള്ള കിളിക്കൂടാണ്. അപ്പം അതിലിങ്ങനെ കിളി വരും, മുട്ടടും, വിരിയും, പോവും. അങ്ങനെ ഒരു കുറേ സൈക്കിൾ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പം ഇപ്രാവശ്യം ഉണ്ടായിരുന്നു 2 കുട്ടികളെ. അപ്പം അത് വിരിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ചാച്ചൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഭയങ്കര കിളികളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ അമ്മക്കിളി വരുമ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ തല പുറത്തേക്ക് ഇട്ട് ഭയങ്കര ശബ്ദം ഉണ്ടാക്കും, ഫുഡോട്ട് ഇങ്ങനെ വരില്ലേ. അപ്പം അങ്ങനെയാണ് വെച്ചിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെയും കുറേ നേരം ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് വേറൊരു വലിയ കിളി, അതിൻ്റെ ഓലഞ്ഞാലി കിളിയില്ലേ, ആ കിളി വന്നിട്ട് ഈ കൂടിൻ്റെ ഈ കൂടിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളെന്തോ ഉപദ്രവിക്കാൻ, അതുകൊണ്ടാണ് ഈ കിളികളൊക്കെ കൂടി പാറുണ്ട്. ഞാൻ അത് കൂടെ നോക്കിയപ്പോൾ, അതായത് അമ്മക്കിളി അച്ഛൻകിളി. കുട്ടികൾക്ക് പാറാറായിട്ടില്ലല്ലോ, ചെറിയ കുട്ടികളല്ലേ. എന്നിട്ട് അതിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം അതിനെ ആട്ടാൻ വേണ്ടി വാതിൽ തുറന്നിങ്ങോട്ട് വന്നേ. അപ്പോൾ വാലിങ്ങോട്ട് തുറന്നപ്പോൾ ഉണ്ട് ചവിട്ടിയുടെ മുകളിൽ ഒരു കുഞ്ഞിക്കിളി കിടക്കണം. 2 കുട്ടികളേ ഉള്ളൂ. ചവിട്ടിയുടെ മുകളിൽ കുഞ്ഞിക്കിളി കിടക്കണമുണ്ട്, മറ്റേ കുഞ്ഞിക്കിളീനെ കാണാനുമില്ല. അപ്പോൾ ഈ സാധനം വീണത. ഒരു മിനിറ്റ്, ചെടി വെക്കാൻ തുടങ്ങുക പറയുന്നുണ്ട്. അത് മുന്നേ മീനെ വളർത്താൻ വേണ്ടിട്ടേ അതില് മറ്റേ വലിയ ടാർപ്പായ വെച്ചായിരുന്നു. നമ്മളെ നെയ്ബേഴ്സ് ആണ് ഗൈസ്, നെയ്ബേഴ്സ്. അപ്പോ താഴെ വീണ കിളീനെ ഞാൻ എടുത്തപ്പോഴേക്കുണ്ടല്ലോ അതിങ്ങനെ കറക്റ്റ് കടന്ന് പെടയുണ്ട്. ഞാൻ അങ്ങനെ കാലിങ്ങനെ വെച്ചു അതിൻ്റെ മേലെ. അപ്പോഴാണ് ഞാൻ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ വേഗം കാലെടുത്തിട്ട് അതിനെ എടുത്ത് ചവിട്ടിയില്ല, ബട്ട് അതിനിങ്ങനെ തൂവൽ ഫീൽ ചെയ്തപ്പോൾ തന്നെ ഞാൻ വേഗം കാലെടുത്തു.
അപ്പോൾ ആ കിളീനെ അങ്ങനെ കിടന്ന് പെടയുണ്ട്. അപ്പോൾ വേഗം വെള്ളമൊക്കെ കൊടുത്തു നോക്കി, പക്ഷെ ജീവിച്ചില്ല. അപ്പം തന്നെ ചത്തുക്കോ, അത് കൊത്തി എന്തോ ചെയ്തു മറ്റേ കിളി. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തപ്പോൾ മറ്റേ കുഞ്ഞിക്കിളിക്ക് പറക്കാനൊന്നും വയ്യ, ഇങ്ങനെ ചാടനുണ്ട്, കണ്ണൊക്കെ ജസ്റ്റ് തുറന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ രണ്ടെണ്ണം കൂടിയും ആ കുഞ്ഞിക്കിളിയും അച്ഛനും അമ്മയും കൂടിയിട്ട് സൗണ്ട് കേട്ടോ, ആ കിളി കേട്ടോ അത്. അപ്പോൾ അതിങ്ങനെ ചാടനുണ്ട്. എന്നെ തന്നെ പറയണ ചാടനുണ്ട് ആ കുട്ടിയായിട്ട്. അപ്പം അതിനെ പറക്കാനൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ വല്ല പൂച്ചകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ചാവോ വിചാരിച്ചിട്ട് പിന്നെ ഇവർ പോയി അപ്പുറത്തേക്ക്. അപ്പം ഞങ്ങൾ ആ കുഞ്ഞിക്കിളീനെ എന്താ ചെയ്യേണ്ടായിരുന്നില്ല, ഇനിയിപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും വിചാരിച്ചിട്ട് പിടിക്കാണ്ട് കുറേ നേരം ഇരുന്നു. അപ്പം നോക്കുമ്പോൾ ഉറുമ്പൊക്കെ എൻ്റെ മേലിൽ കൂടെ ഇങ്ങനെ അരിക്കാൻ തുടങ്ങി. ഉറുമ്പൊക്കെ അതിനിങ്ങനെ ചിറകൊന്നും ഇങ്ങനെ വിരിക്കാനൊന്നും ആയിട്ടില്ല, നല്ല കുഞ്ഞിതാ. അപ്പോൾ അതിനെടുത്തിട്ട് ഇങ്ങനെ കോണി വെച്ചിട്ട് ഇവിടെ വെച്ച് കയറിയിട്ട് ആ കിളീനെ കൂട്ടിക്ക് വെച്ചു. എന്നിട്ട് പിന്നെ ആകെ ടെൻഷനായി, ഇതിൻ്റെ അമ്മക്കിളി അച്ഛൻകിളി ഇനി ഇതിൻ്റെ അടുത്തേക്ക് വരുമോ എന്ന്. ഞങ്ങൾ കുറേ നേരം ഇവിടെ ഞങ്ങളെ കണ്ടാൽ വരില്ല വെച്ചിട്ട് വാതിലടച്ചിട്ട് ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി നിന്ന്, പക്ഷെ അത് വന്നില്ല. പിന്നെ ഇവിടുന്ന് കുറേ സൗണ്ടൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഉണ്ട് എന്നൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ കുറേ നേരം ഇവിടെ നിന്ന് അതിൻ്റെ പോലെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയപ്പോൾ അത് വന്ന് ഒന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി, പക്ഷെ പിന്നെ അത് വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പിന്നെ കുഞ്ഞിക്കിളി അതിൻ്റെ മുകളിൽ ഇരിക്കണ കണ്ടു, പക്ഷെ ഇപ്പം അതിനൊരു അഡ്രസ്സില്ല. അതിൻ്റെ ഉള്ളിൽ ഉണ്ടോയെന്നും അറിയില്ല, അത് അതിൻ്റെ ഇവിടുന്ന് കൊണ്ടയോന്നും അറിയില്ല, അത് ചത്തോന്നും അറിയില്ല, ഒന്നും അറിയില്ല. നോ ഐഡിയ എന്താ ഉണ്ടായെന്ന്. സാഡ് എൻഡിങ് ആയി കുഞ്ഞിക്കിളികളുടെ. കുറേ കുട്ടികളുണ്ടായി പോയിട്ടുണ്ട്. ഇവിടെ കൂടുണ്ടാക്കാറുണ്ട്, ഇവിടെ അതാ ഞാൻ കാണിച്ചു കേട്ടോ. കണ്ടോ, ഇതും അതിൻ്റെ കൂടെ സെയിം കിളിയുടെ കൂടാണ്. പിന്നെ അവിടെയുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ ഒരു ടെറസാണ്. ഈ ടെറസിൽ ഉണ്ടാക്കാറുണ്ട്, കുറേ സ്ഥലത്ത് ഉണ്ടാക്കാറുണ്ട് ഈ കിളി കൂട്. പക്ഷെ ഇപ്രാവശ്യത്തെ മാത്രം ബാഡ് ലക്ക് ആയി. കുറേ നേരം ആ കിളി ഇവിടെ ഇങ്ങനെ അറ്റത്ത് വന്നിരുന്ന് പിന്നെ അതങ്ങോട്ട് പോയി. രാവിലെ നേരത്തെ നീക്കും ചെയ്യുന്നുണ്ട്, പിന്നെ അത്യാവശ്യം നേരത്തെ ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. അതായത് വൈകുന്നേരം പുറത്ത് പോകാത്ത ദിവസമാണെങ്കിൽ അത്യാവശ്യം വേഗം ഉറങ്ങും. പിന്നെ നല്ല വെയിലും കൊള്ളുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ എന്നും ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങണേ. അപ്പം എൻ്റെ കിളികളുടെ ശബ്ദമാട്ടോ അത്. നല്ല എന്തുണ്ടായാവോ, നല്ല രസമുള്ള സൗണ്ടുള്ള കിളികളാണ്. ഇനി പോയിട്ട് മേക്ക് കഴുകിയിട്ട് കുളിച്ച് വിളക്കൊക്കെ കൊളുത്തണം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയില്ല പ്രത്യേകിച്ച്. ഇതുവരെയും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എന്നാലും മേല് കഴുകി കുളിച്ചിട്ട് ഞാൻ മിക്കവാറും ഫോണിൽ ചാർജ് ഉണ്ടെങ്കിൽ ഫോൺ നോക്കിയിരിക്കും, അതല്ല ചാർജ് ഇല്ലെങ്കിൽ ടി വിയിൽ സീരീസ് കാണും. അങ്ങനെയൊക്കെയാണ്. ചാച്ചു ഉണ്ടെങ്കിൽ ടി വിയിലൊന്നും കാണാൻ സമ്മതിക്കില്ല, ഓന് കാണാൻ പറഞ്ഞിട്ട് ഓനെന്തെങ്കിലും വെച്ചെടുക്കാനൊക്കെ പറയും. ഇപ്പോൾ ഭയങ്കര ബോറിങ്, ഓനിപ്പോൾ അമ്മയും പോവും ചേച്ചിയും പോവും, ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരിക്കേണ്ട അപ്പുറത്ത് പോയിരിക്കാം. പക്ഷെ എന്നാലും അവിടെ ആണെങ്കിൽ ഭയങ്കര ചൂടാണ്, ഇവിടത്തേക്കാ ചൂടാണ് അവിടെ. സാഡാണ് ഞാൻ. ശരി, ഞാൻ പോയി കുളിക്കട്ടെ. ഞാന് ഇന്ന് രാവിലെ വെച്ചതാണ്. ഒരിക്കലും രാവിലെ തന്നില്ലല്ലോ. വേണ്ടയ്ക്ക് നെയ്യിട്ടിട്ട് റോസ്റ്റ് മതി. അമ്മേനെ കൊണ്ടാക്കാൻ പോയി വന്നു. പാല് ഇങ്ങളെ 2 പാലെടുത്തോളൂ. മുട്ട ഉണ്ടായില്ല, പാലും മുട്ട അവിടെ ഉണ്ടോ അറിയില്ല, ഞാൻ 10 വാങ്ങി. പിന്നെ ഞാൻ ഈ കേക്ക് വാങ്ങി ഗൈസ്. ഇത് ബാംഗ്ലൂർ പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ടായിരുന്ന കേക്കാണ്. ഇവിടെ ഇരിക്കുമ്പോൾ വാങ്ങാനില്ല. അപ്പോൾ ഇതെനിക്ക് തിന്നാൻ തോന്നി. ഇനി ഞാൻ പോസ്റ്റാണ്. ഇനി ഞാൻ പോയിട്ട് എൻ്റെ സീരീസൊക്കെ കണ്ടിരിക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. മുത്തശ്ശൻ ഇവിടെ അമ്മ പോയത് പ്രകാരം മുത്തശ്ശൻ ഇവിടെ ഭയങ്കര പ്രിൻസസ് ട്രീറ്റ്മെന്റ് ആണ്. ഒരു ടെൻഷനും വേണ്ടെന്നാ പറഞ്ഞ്. ഞാനാണെങ്കിൽ ടെൻഷൻ അടിച്ച് എനിക്ക് കിടക്കാനേ ഞാൻ AC ആണ് പ്രശ്നം. മോളി ഒറ്റയ്ക്ക് കിടക്കൊന്നുമില്ല. ഞാനൊന്നും കിടക്കില്ല. എന്താ ഒറ്റയ്ക്ക് ഞാൻ കിടക്കലുണ്ടോ? അതിന് മാത്രം ഒറ്റയ്ക്ക് കിടക്കാനുള്ള ധൈര്യമില്ല ഗൈസ് എനിക്ക്.
അതും ഇവിടെ അവിടെ പിന്നെ ഞാൻ കടന്നു പേരിനെങ്കിൽ 1-2 വട്ടം. ഞാൻ ഞങ്ങളെ റൂമിൽ താഴെ വിരിച്ചു കിടന്നോണ്ട്. ഇവിടെ താഴെ ഒരു റൂമിൽ AC ഉള്ളൂ. അപ്പൊ മറ്റേ റൂമിലാണ് ഞാൻ സാധാരണ കിടക്കാറ്. അവിടെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ കിടക്കാറ്. പക്ഷെ അവിടെ ഭയങ്കര ചൂടാ. അതുകൊണ്ട് ഞാൻ ഇവരെ റൂമിൽ കിടക്കും. അല്ലെങ്കിൽ പിന്നെ AC വേണമെങ്കിൽ മുകളിൽ പോയി കിടക്കണം. അത് എനിക്ക് വയ്യ ഒറ്റയ്ക്ക് കിടക്കണം. ഇതാ അങ്ങോട്ട് കൊണ്ടുപോകാള്. അത് പൊട്ടിച്ചോളി, നിങ്ങൾ എടുത്തോളി. മുത്തശ്ശനെടുത്തോ. പാൽ കേക്കാണേ. ബസ് സ്റ്റോപ്പില് ഭയങ്കര തിരക്ക്. അവിടെ ഇഷ്ടംപോലെ ആൾക്കാര്. എന്താവോ ചെറുകരാക്കി. ശരി ഞാന് ബസ്സൊന്നും ഇട്ടിട്ടില്ല. അവിടെ കുറെ ആള് നിക്കണ്ടിരിക്കുന്നത്. KSRTC-കളിലൊക്കെ പോവാൻ വേണ്ടിട്ടാവും. ദോശമാവ് അവിടെ ഉണ്ടോ? പുറത്ത് ഉള്ളില്. അത് നല്ല പപ്പടാവണ ദോശ. ഇന്ന് ഞാൻ ദോശ ഉണ്ടാക്കി കഴിച്ചോണ്ട്. ചേച്ചി എത്തിയിട്ട് വിളിച്ചോ? ഇപ്പൊ എത്തിയിട്ടില്ല. പോസ്റ്റായി. അമ്മ വരാന് സൺഡേ ആവും. അമ്മ സൺഡേ വരുള്ളൂ. ചേച്ചി സൺഡേ വരുള്ളൂ. അമ്മ ചിലപ്പോൾ സാറ്റർഡേ വരുന്നുണ്ടാവും കേട്ടോ. ചിലപ്പോൾ സാറ്റർഡേ വരും, അല്ലെങ്കിൽ സൺഡേ. സാരില്ല, എന്തായാലും ഫോണോ TV നോക്കി ഇരിക്കല്ലേ. ഞാൻ ഭയങ്കര ഹോംലെസ് ആയിട്ടില്ലേ. എന്താ അറിയോ, ഇവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. മുത്തശ്ശൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാ അവര് വന്നപ്പോൾ മുട്ടായി കൊടുത്തിട്ടുണ്ട്. ചാച്ചു ഉണ്ട് ചേച്ചിട്ട് കൊടുന്നതാണ്. പക്ഷെ ചാച്ചു ഇവിടെ ഇല്ലല്ലോ. ഇപ്പൊ ഐ ക്യാൻ ഈറ്റ് ഓൾ. ഡയറി മിൽക്കാണ് 3 എണ്ണം. ഒന്ന് എനിക്കുള്ള തന്നെ 3 എണ്ണമാണ് കൊടുന്നത്. അപ്പൊ ചാച്ചുവിനും എനിക്കും ചേച്ചിക്കും വിചാരിച്ച് കൊടുന്നതാവും. അതിലൊക്കെ കുത്തിയിട്ട് ഒറ്റയ്ക്കല്ലേ. പക്ഷെ ചാച്ചു ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ 3 എണ്ണം തിന്നാം. പക്ഷെ ഞാൻ ഒരു കുറച്ച് എൻ്റെ ഡ്രസ്സ് കോമഡി. ഞാന് ഈ ഇട്ട ഡ്രസ്സിൽ പെട്ടെന്ന് അമ്മ ഓട്ടോ വിളിക്കാൻ നിൽക്കായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓട്ടോ വിളിക്കാൻ ഞാൻ കൊണ്ടാക്കി തരാം, എന്തായാലും പാലൊക്കെ വാങ്ങണ്ടേ. അപ്പം ഞാൻ വേഗം അതിൻ്റെ മുകളിൽ കൂടെ ഒരു കോട്ട് എടുത്തിട്ട് പോയതാണ് കൈസേ. അപ്പോൾ മുട്ടായി ഞാൻ അവരെ മുന്നിൽ നിന്ന് പൊളിക്കാന്ന്. അപ്പം അമ്മ പറഞ്ഞു ഇപ്പോൾ പൊളിക്കല്ലേ, അവർ പോട്ടെ എന്ന് പറഞ്ഞു. ബിക്കോസ് അത് പൊളിച്ചു. 1 എണ്ണം സിൽക്ക്, 2 എണ്ണം നോർമൽ. അപ്പം സിൽക്ക് എനിക്ക് ഇതിപ്പോൾ ചാച്ചു ഉണ്ടെങ്കിൽ ഇത് നടക്കില്ല. ചാച്ചുവിന് സിൽക്ക് വേണം, അല്ലെങ്കിൽ ചേച്ചിക്ക് സിൽക്കിന് വേണ്ടി ഞങ്ങൾ അടിയാവും. എന്തായാലും ഒരു നല്ല കാര്യമായി. അപ്പോൾ സിൽക്ക് നമുക്ക് തിന്നാം. പിന്നെ ഇന്നലെ ഷുഗർ കട്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സാധാരണ ഉള്ളതിനേക്കാളും മുട്ടായി കൂടുതലാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത്. അതായത് ഇന്നലെ പോയപ്പോൾ വെറുതെ വാങ്ങിയതാണ്. ചാച്ചുവിന് സന്തോഷമായിക്കോട്ടെ, ചാച്ചുവിനെ കൊണ്ടുപോകാണ്ട് പോയതല്ലേ ചേച്ചി, ചാച്ചുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വാങ്ങിയ മുട്ടായ. പക്ഷെ ചാച്ചുവിന് വേണ്ടി നമ്മൾ ഇത് വാങ്ങി. ഇത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല വാങ്ങാന്ന്. ഉണ്ണിയില്ലേ, വിനയില്ലേ, ഉണ്ണിയുടെ അവിടെ ആമിക്കുണ്ട് ഇങ്ങനത്തെ വണ്ടി. അപ്പൊ ചാച്ചുവിന് അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ഇങ്ങനത്തെ ഇതിന്റെ പല ടൈപ്പ് ഓന് ഉണ്ട് കേട്ടോ. കിടക്കണ സൈക്കിളും ചെറിയ സൈക്കിളും വലിയ സൈക്കിളൊക്കെ ഉണ്ട്. പക്ഷെ ഓന് അതൊക്കെ ഉണ്ടിച്ചാലും ഇവളുടെ അടുത്ത് ഇത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നിന്ന് അവൻ ഇറങ്ങില്ല. അപ്പൊ അവർ രണ്ടാളും അവിടെ നിന്ന് അടി. അവൾക്കും ഇഷ്ടമാണ് ഇവനും ഇഷ്ടമാണ്. അവിടെ 3 കുട്ടികളുണ്ട്. അപ്പൊ ഓനത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ വിചാരിച്ചു ഇത് കണ്ടപ്പോൾ ഇത് വാങ്ങാന്ന്. അപ്പൊ ഞാൻ സർപ്രൈസ് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ ചാച്ചുവിനെ കൊടുക്കണേ. അപ്പോൾ ചാച്ചു ഉറങ്ങാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. 10 മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ. അപ്പോൾ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്ത് പറഞ്ഞു ചാച്ചു ഉറങ്ങാൻ, ചാച്ചുവിന് സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ഫോണിൽ കൂടെ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഉറങ്ങി 11 മണി ആവാറായിരിക്കണം. അപ്പം ഞങ്ങൾ പറയുന്നുണ്ട് ചാച്ചു ഉറങ്ങല്ലേ, ഒരു സാധനം കൊണ്ടിട്ടുണ്ട് എന്നൊക്കെ. അപ്പം അമ്മമ്മ പറഞ്ഞു വേണ്ട ചാച്ചു ഉറങ്ങിക്കോ, നാളെ കാണാം. അപ്പോൾ ചാച്ചു പറയുന്നുണ്ട് ഇല്ല ഞാൻ ഉറങ്ങില്ല, സാധനം കൊണ്ടിരുന്നുണ്ട്, സർപ്രൈസാണ് എന്നൊക്കെ. പക്ഷെ ഉറങ്ങിയതൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ അവൻ നല്ല ഹാപ്പിയായി. പക്ഷെ ഞാൻ വിചാരിച്ച മാതിരി എക്സ്പ്രഷൻ ഒന്നും ഇട്ടില്ല, അവൻ ഉറക്കപ്പിച്ചിലായുണ്ട്. പക്ഷെ അപ്പം തന്നെ വണ്ടി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടായിട്ട് അങ്ങനെ പറയുന്നുണ്ട് കിച്ചേ അമ്മ വാങ്ങിക്കൊണ്ടുവന്നതാ ചാച്ചുവിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ഞാൻ ഓൾ അലോൺ ആയി ഗൈസ്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വീട്ടിൽ ഓൾ അലോൺ ആവുന്നുണ്ട്. പണ്ടൊന്നും ഞാൻ ഇങ്ങനെ പോലും ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കില്ലായിരുന്നു. ഇങ്ങനെ പോലും ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ചാൻസ് ഒന്നും ഞാൻ അപ്പുറത്തേക്ക് പോകും, അല്ലാണ്ട് ഒറ്റയ്ക്കേ ഇരിക്കില്ലായിരുന്നു. ഇപ്പം നമ്മൾ പ്രോ ആയില്ലേ. ഇപ്പം ഫുള്ള് ഇപ്പം എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം. അപ്പം അപ്പുറത്ത് പോയിരിക്കണേക്കാളും എനിക്കിഷ്ടം ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക. കാരണം ഇവിടെ ആകുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പോലെ
അവിടെ എല്ലാം കിട്ടില്ല. ഇവിടെയാണ് ടി വിയിൽ നെറ്റ്ഫ്ലിക്സും പ്രൈമും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത്. അവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ അതിൽ ലോഗിൻ ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ. പിന്നെ അവർക്ക് ഒരു ടൈം മുതൽ ഒരു ടൈം വരെ സീരിയൽ ഉണ്ട്, ന്യൂസ് ഉണ്ട്, ഫ്ലവേഴ്സിൽ മറ്റേ ടോപ്പ് സിംഗർ ഉണ്ട്, അതൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഞാൻ പോയാൽ എന്നോട് മുത്തച്ഛൻ ഇട്ടോളാൻ പറയും. പക്ഷേ ഞാൻ എന്തിനാ, അവർ ആകെ കാണുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ അത്. അപ്പോൾ അതുകൊണ്ട് അതവർ കണ്ടോട്ടെ വിചാരിക്കും. ഒരു ദിവസത്തിൽ ആകെ ഈ ടൈമേ അവിടെ ടി വി ഓടുള്ളൂ. അപ്പോൾ അവരത് കണ്ടോട്ടെ വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കും. പിന്നെ എന്തായാലും ഞാൻ അവിടെ ആണെങ്കിലും ഞാൻ ഫോൺ കളിച്ചിരിക്കും, ഇവിടെ ആണെങ്കിലും ഫോൺ കളിച്ചിരിക്കും. അപ്പം ഞാനിപ്പോൾ പ്രൈമിൽ ദ ഗേൾ ഫ്രണ്ട് പറഞ്ഞിട്ടൊരു സീരീസ് കാണുന്നുണ്ട്. ഞാൻ 3 എപ്പിസോഡ് എന്തോ കാണുള്ളൂ. കൊള്ളാം, 3 എപ്പിസോഡ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി കാണണം ബാക്കിയും കൂടി. ഇനിയിപ്പോൾ രാത്രി എനിക്ക് ഡിന്നർ ദോശയാണ്. ചിലപ്പോൾ ദോശ മീൻസ് എനിക്ക് വെറുതെ ദോശ ഇഷ്ടമല്ല, നല്ല നെയ്യൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പപ്പടം പോലെ ആയിട്ടുള്ള ദോശ ആണെങ്കിലും ഇഷ്ടമുള്ളൂ. അപ്പം ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് നോക്കും എന്താണ് അവസ്ഥ ദോശയുടെയെന്ന്. ഇഷ്ടപ്പെട്ടാൽ അടുത്തത് ഉണ്ടാക്കുള്ളൂ, അല്ലെങ്കിൽ വല്ല മുട്ടയൊക്കെ കഴിച്ച് സൈഡാവും. അപ്പം ഞാൻ എന്നാൽ കാണട്ടെ, ദ ഗേൾ ഫ്രണ്ട് കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോകണം. മുത്തശ്ശന് ടെൻഷൻ തുടങ്ങും ഇനിയിപ്പോൾ തന്നെ. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ. മുത്തശ്ശന് പോയപ്പോൾ മുതലേ ടെൻഷൻ തുടങ്ങി, അമ്മ പോയപ്പോൾ മുതലേ എന്നെ ടെൻഷൻ തുടങ്ങി. ഇതല്ലല്ലോ സൗണ്ട് ഇതിൻ്റെ. അപ്പം മുത്തശ്ശന് ഭയങ്കര ടെൻഷൻ. അമ്മ പോയപ്പം ഇന്റെ കാര്യങ്ങളൊട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട്, യൂട്യൂബ് പേടിയും പേടിക്കണ്ട, മുത്തശ്ശൻ എന്താ ഉണ്ടാക്കി തരാ, എന്താ ഇവിടെ AC ഇട്ടരാ, അത് ഇട്ടരാ. ചെറിയ കുട്ടികളോട് പറയണ പോലെ ഇതെപ്പോഴും ഇങ്ങനെയാണ് ഗൈസ്. മുത്തശ്ശന് ഭയങ്കര സ്വീറ്റായിട്ട് ഇങ്ങനെ പറയും. അമ്മ അപ്പം നിസാരം എങ്ങടെയും പോവുകയാണെങ്കിൽ ഇപ്പം ഞാനും ചേച്ചി ഉണ്ടെങ്കിൽ പോലും, ഞാൻ പണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് സ്നാപ്പോ എന്തൊക്കെ ഇട്ടിരുന്നു കുറേ പണ്ട്. അതായത് മുത്തശ്ശൻ ഇങ്ങനെ പറയണത്, മുത്തശ്ശൻ ഇവിടെ ബെഡ് വിരിച്ചരാട്ടോ, ഇവിടെ പുതപ്പിട്ടരാട്ടോ, പുതിയ പുതപ്പിട്ടരാട്ടോ എന്നൊക്കെ പറഞ്ഞു ഫുള്ള് ബെഡൊക്കെ ആക്കി തന്ന്, ഫാനിട്ട് ലൈറ്റിട്ട്. ഇത്രയും കൊല്ലമായിട്ടാണെങ്കിലും മുത്തശ്ശൻ ഭയങ്കര ഗസ്റ്റ് പോലെ ട്രീറ്റ് ചെയ്യുന്നിട്ട് പറയും, ഇതാണ് ബാത്റൂമിലെ സ്വിച്ച്, ഇതാണ് ഫാനിൻ്റെ റിമോട്ട്, ഇതിങ്ങനെ ആക്കിയാൽ മതി, അങ്ങനെ ആക്കിയാൽ മതി. ഇങ്ങനെ പറയുമ്പോൾ നമുക്കാണെങ്കിൽ ചിരി വരും. അമ്മമ്മ പറയും, ഇവരെന്താ ഇവിടെ വിരുന്ന് വന്നതാണോ, ഇവരെന്താ ഇവിടെ ആദ്യമായിട്ടാണോ വരണേ, ഇവർക്ക് എന്താ ടെൻഷനാണോ എന്നൊക്കെ വെറുതെ. എന്നാലും മുത്തശ്ശൻ പറയും, അത് കുഴപ്പമില്ല പറഞ്ഞിട്ട്. സോ സ്വീറ്റ്. അപ്പം ഇപ്പം അതിങ്ങനെ പറയായിരുന്നു, എന്താ വേണ്ടിച്ചാൽ പറഞ്ഞോ, ഫുഡേ ഉണ്ടാക്കാനുള്ള. അപ്പം ഇന്ന് രാത്രി രാവിലെ നാളെ ഉച്ചയ്ക്കൊക്കെ ഉള്ള ഫുഡ് എന്താ വേണ്ടത് ഇപ്പം തന്നെ ചോദിക്കാൻ തുടങ്ങി എൻ്റെ അടുത്ത്. എന്താ വേണ്ടിച്ചാൽ പറഞ്ഞോ, ഒന്നും വിചാരിക്കണ്ട, എന്താ അച്ഛൻ മുത്തശ്ശ ആക്കിത്തരാന്നൊക്കെ. എനിക്കാണെങ്കിൽ ഒന്നും വേണ്ട. എനിക്കിപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങനെ കുറേ വിഭവങ്ങളൊന്നും ഇഷ്ടപ്പെടണം. എനിക്ക് ജസ്റ്റ് തൈരും ചോറും അത്ര മതി. ഞാൻ കുറേ നേരമില്ല സംസാരിക്കണു. ശരി കേട്ടോ. ഇനി പ്രത്യേകിച്ച് ഇനി ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ. സീരീസ് കണ്ടങ്ങട് മരിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. സീരീസ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാൻ കാണിച്ചു കേട്ടോ. എനിക്ക് ഈ ദോശ തന്നെ ഒട്ടും കട്ടി ഉണ്ടാവുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചറപറ പരത്തണം കേട്ടോ. ഈ ദോശ പരത്താൻ അറിയാഞ്ഞിട്ടാന്ന് വിചാരിക്കുന്നത്. ഈ കട്ടി എഡ്ജസൊക്കെ എനിക്കിങ്ങനെ പരക്കണം, എന്നാലും ഇഷ്ടമാണ്. സോ ഐ വിൽ മേക്ക് ദിസ് ഇങ്ങനെ മെസ്സി. ഇതൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷെ വാട്ടിടും ഇങ്ങനെ കൊളാക്കും. ദോശനെ പരത്തും, ശരിക്കും അങ്ങോട്ട് പരത്തും. നോർമലി ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി, പക്ഷെ എനിക്കിങ്ങനെ പൊന്തി നിൽക്കണ ബംസ് പോലെ ദോശയിലെ ഭാഗങ്ങളൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതിനിങ്ങനെ അങ്ങോട്ട് തളർത്തും. ഇനി നമുക്കിതിൽ നെയ്യിട്ട് അങ്ങോട്ട് കുളിപ്പിക്കണം. നെയ്യുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ദോശ വയ്ക്കണം കേട്ടോ. ഞാൻ ഈ നെയ് ദോശ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ദോശ ഇഷ്ടമല്ല. പിന്നെ ഇങ്ങനത്തെ നെയ് റോസ്റ്റ് പോലത്തെ ദോശ ഞാൻ കഴിക്കാറുള്ളൂ. അത് എനിക്ക് നല്ല ഇഷ്ടമാണ് വെച്ചാൽ അത് കഴിക്കൽ ഞാൻ നിർത്തി. കാരണം പെട്ടെന്ന് കുരു വരും ഈ നെയ് ദോശ കഴിച്ചത് എനിക്ക്. അപ്പം ഞാൻ കുറേ കാലമായിട്ട് കഴിക്കണമല്ലോ. ഇപ്പം പിന്നെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു. ബിക്കോസ് എന്തായാലും കുരു വരുന്നുണ്ട്. പിന്നെ ഇപ്പം എന്തിനാണ് ഞാൻ വെറുതെ നെയ് ദോശ തിന്നാണ്ടിരിക്കണേ. അവിടെ ചേച്ചിക്ക് നല്ല സൂപ്പറായിട്ട് ചേച്ചിയും ചാച്ചൊക്കെ ഇങ്ങനെ കിറിന്ന് നല്ല പപ്പട ദോശ എന്നിട്ട് ഞങ്ങൾ പറയാം തിന്നണ കാണുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുരു വരുന്നുണ്ട്, പിന്നെ ഇപ്പം എന്തിനാണ് നെയ്ദോശ ഒഴിവാക്കണേ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ലോണം നെയ്ദോശ തിന്നുന്നുണ്ട്. എന്നാലും ചേച്ചിയുടെ അത്ര നെയ്യൊന്നും ഇടുന്നില്ല. ചേച്ചി ഇങ്ങനെ ഒഴിക്കും 4 പുറം അങ്ങനെയാവും. അപ്പം ഇതിൽ കുറച്ച് മാവ് കൂടിയതാണ് എൻ്റെ ഒരു തോന്നൽ. നോക്കണേ അടുപ്പിൽ സെറ്റാക്കാം. ദോശ കഴിച്ചു. മുത്തശ്ശൻ ഓൾറെഡി വിളി തുടങ്ങി. ഇനി ഞാൻ പോട്ടെ. 9:30 ആയിട്ടുള്ളൂ. ഇവിടെ ആകുമ്പോൾ പിന്നെ നേരത്തെ കിടക്കണം. അവർ കുറച്ച് നേരത്തെ ഉറങ്ങും, അതാണ് പ്രശ്നം. ഇവിടെ ആണെങ്കിൽ 11:30 ആകുമ്പോഴേ മോളിക്കാൻ കിടക്കാൻ പോകുന്നു.
ഞാൻ ഇപ്പം അത്ര നേരത്തെ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് പോട്ടെ. സ്കിൻ കെയറിനൊന്നുമില്ല, വെറുതെ ഒരു സിറം, ഒരു സമാധാനത്തിന് ഞാൻ ഏതെങ്കിലുമൊക്കെ ഒരു സിറം യൂസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊരു സമാധാനത്തിന് വേണ്ടി വല്ല സിറമൊക്കെ ഇട്ട് കിടക്കും. പ്രത്യേകിച്ച് കാര്യം ഉണ്ടോ വെച്ചാൽ ഇല്ല. കുരുവൊക്കെ അതിൻ്റെ പാടിന് വരുന്നുണ്ട്, പോണുണ്ട്. അത് ഇതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇതിൻ്റെ ഉപയോഗം കൊണ്ടാണ്. പക്ഷെ ആക്ച്വലി നല്ലപോലെ സ്കിൻ കെയർ ചെയ്യണവർക്ക് നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് മാത്രം എന്താ വർക്ക് ചെയ്യാത്തത്? ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ചെയ്യണത്. ഞാൻ ഇനി ഒരു വേറെ സ്കിൻ കെയർ തുടങ്ങാൻ വേണ്ടി പോവാണ്. ഞാൻ വെറുതെ സിറം ഇടുന്നേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ലിപ് ബാം ഇടും, ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ. ഇനി ഇവിടുന്ന് കെട്ടൊക്കെ എടുത്ത് അങ്ങോട്ട് പോകണം. മുത്തശ്ശന് നിന്നെ അവിടെ കടത്തി ഉറക്കാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. സോ ലെറ്റ്സ് ഗോ. അവിടെ എൻ്റെ കംഫർട്ടറൊക്കെ എടുത്തിട്ട് പോകണം. യെസ്, ഇതൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോവാണ്. ഫോണിലാണെങ്കിൽ ചാർജ് ഇല്ല കൈസ്. ഇപ്പം ഞാൻ അങ്ങനെ ലൈവ് പോവാ. വെള്ളം കുടിച്ചിട്ടില്ല. ഇതെൻ്റെ പുതിയ വെള്ളക്കുപ്പിയാണ്. ഞാൻ പുതിയ വെള്ളക്കുപ്പി വാങ്ങി. വെള്ളം കുടിക്കൽ കുറവായിരുന്നു. മരുന്ന് കഴിക്കണ്ടേ? ഫുഡിന് മുന്നേ കഴിക്കേണ്ട മരുന്നാണ്. ഞാൻ ഇതുവരെ ഫുഡിന് മുന്നേ കഴിച്ചിട്ടില്ല. എന്നും ഫുഡിന് ശേഷം കഴിക്കണേ. മരുന്ന് കഴിച്ചാൽ പറയാം. ഗ്യാസ് അതാ കഴിഞ്ഞാ. ഒരു ഗുളിക കഴിഞ്ഞു ഡോസ്. പക്ഷെ ജലദോഷം ഉണ്ടല്ലോ എപ്പോഴും. അപ്പം നാളെ രാവിലത്തോടു കൂടി ഗുളികകളൊക്കെ ഏകദേശം കലാസാവും. ഡിസ്റ്റർബൻസ് മാറി ജലദോഷത്തിൻ്റെ. പക്ഷെ സ്റ്റിൽ മൂക്കിൽ ഇങ്ങനെ വലിക്കുമ്പോൾ സാധനമുണ്ട്. ഭക്ഷണത്തിന് മുമ്പ് കണ്ടോ, ഭക്ഷണത്തിന് മുമ്പൊക്കെയാണ്. പക്ഷെ നമുക്ക് ശേഷം കഴിക്കാം. വെള്ളം തീരെ കുടിക്കാൻ ഞാൻ മറക്കും. പിന്നെ എപ്പോഴും ഞാൻ വെള്ളം കുടിക്കാൻ എടുക്കുമ്പോൾ ഈ സാധനത്തിന് വെള്ളം ഉണ്ടാവില്ല. അത് പിന്നെ വൈറ്റമിൻ ഡി ഇടണത് വീക്ക്ലി വൺസ് കഴിച്ചാൽ മതി. ഒരു ഗുളിക കഴിഞ്ഞു, ഒരു ഗുളിക രാവിലെ കഴിയും. രാവിലെ ഭക്ഷണത്തിന് മുന്നുള്ളത് ഞാൻ കഴിക്കുന്നുണ്ട്, അത് ഓർമ്മ ഉണ്ടാവും. പക്ഷെ ഇതാണ് ഓർമ്മയില്ലാത്തത്. ഐ ഹാവ് 4 ഗുളികാസ്. നമുക്ക് 2 വലുത് 2 ചെറുതുണ്ട്. ഒരു വലുത് ഒരു ചെറുതായിട്ട് കുടിക്കാം. ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് ഇന്നത്തെ. ദാറ്റ് മീൻസ് 2 ലിറ്റർ. കുറച്ചുകൂടി കുടിക്കണം. ശരിയാക്കാം നാളെ. അപ്പോൾ എല്ലാം എടുത്തില്ലേ? അപ്പം ഇനി ചാർജർ, പുതപ്പ് ഒക്കെ എടുത്തിട്ട് നമുക്ക് പോകാം. ഇവിടെ ഫുൾ സെറ്റായി. മുത്തശ്ശൻ ബെഡൊക്കെ നല്ല സൂപ്പറായിട്ട് ബെഡ് മേക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ റൂമിൽ അതിൽ വാലടച്ചിട്ടുണ്ട്, AC ഇട്ടുണ്ട്. ഞാനവിടെ പോയി കിടക്കും. ലൈവ് പോയായിരുന്നു ഇത്രയും നേരം. ഇനി പോട്ടെ, നാളെ നേരത്തെ എണീക്കണ്ടേ. ഞാൻ പോയി ഉറങ്ങട്ടെ. ഇപ്പോൾ സമയം 11:15. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങിയോണ്ട് എപ്പോഴാണ് ഉറങ്ങുക അറിയില്ല. ബട്ട് എന്നാലും പോയി കിടക്കട്ടെ. കുറച്ച് നേരം റീൽസൊക്കെ തോണ്ടുമ്പോഴേക്ക് ഉറങ്ങുമെന്ന് വിചാരിക്കുന്നു. ശരി, ബായ്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എൻഡായി ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് 7 മണിക്ക് സ്റ്റാർട്ടാക്കിയിട്ട് 11:15 a day in my life is ending here. So bye, good night.